ഹലോ ഹലോ ഹലോ. അതെ ആ എത്തിയാ? എത്തി. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ തോന്നും. ഞാനേ ഇനി പഠിക്കാനൊന്നുമില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് വീട്ടിൽ പറയാൻ ധൈര്യമില്ല. എന്നിട്ട് ഞാൻ എംടെക്കും പഠിച്ചു. നീ എംടെക് ഒക്കെ പഠിച്ചാ? വാ, ഈ വർഷം പോകുന്നത് അറിയുന്നേ ഇല്ല. എന്നിട്ട് നിനക്ക് ധൈര്യം വന്നില്ല. ഇപ്പൊ ദേ MBA കഴിയാറായി. ഇനി നിനക്ക് ധൈര്യം വന്നില്ലെങ്കിലേ ഞാൻ പോയി വേറെ ആമ്പിളരെ കെട്ടും. നോക്കിക്കോ. അങ്ങനെ പറയല്ലേ. എടാ, എന്റെ കൂടെ പഠിച്ച ആ ഉമ്മുക്കുലിസു ഇല്ലേ, അവളുടെ കല്യാണം നാളെ. ആണോ? അയ്യോ. നിന്നെ കാണാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വന്ന് ഈ ആവശ്യമില്ലാത്ത കോഴ്സൊക്കെ പഠിക്കുന്നേ. എടോ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. എടാ പോഴാ, കുട്ടികളെ പ്രസവിക്കാനൊക്കെ ബെസ്റ്റ് ഏജ് ഇതാടാ. എന്റെ പ്രായത്തിലുള്ള പെമ്പിളർക്ക് കെട്ടി 2 കുട്ടികളുമായി, ചിലരൊക്കെ ഡിവോഴ്സുമായി. ഇവിടെ ഞാൻ മാത്രം ഒരു കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. എടാ, എന്റെ കോളേജിലെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, എന്റെ അത്ര പോലും പഠിപ്പില്ല, അറിയോ? നീ വലിയ സംഭവട്ടോ. ഒന്നിങ്ങി വന്നേ, അടുത്ത് വന്നേ. ഈ കണ്ണൂർ ഋഷിന്റെ മോൻ തന്നെയാണോ നീ? ഞാൻ കാര്യമായിട്ട് പറയാം. ഞാൻ എപ്പോ വേണേലും ഇറങ്ങി വരാം. നീ വന്ന് ഉപ്പയോടും കൂടെ സംസാരിച്ചാ മതി. അവരാദ്യം കുറച്ച് വിഷമിക്കും, പക്ഷെ പിന്നെ അവര് സമ്മതിച്ചു തരും. നമ്മുടെ വിവാഹം നടത്തി തരും ചെയ്യും. നമ്മുടെ ബസ് വരുന്നു. അല്ല, ഈ KSRTC നമ്മൾ ഇത്ര യാത്ര ചെയ്തിട്ട് എന്താ നഷ്ടമെന്ന് മനസ്സിലാവുന്നില്ല. ഇത് KSRTC അല്ല. അല്ല പോലെ പെടങ്ങല്ലേ. അതൊക്കെ സമ്മതിക്കോടോ, നീ വെറുതെ ടെൻഷൻ ആവണ്ട. നീ എന്നെ മതം മാറ്റോ? എടി, എന്റെ പേര് ആനന്ദ് എന്നാണ്. എന്റെ അച്ഛന്റെ പേര് സഖാവ് വിശ്വൻ. ഞങ്ങൾ അത്ര ചെറ്റകളൊന്നും അല്ല. ഐ ബിലീവ് യു ആനന്ദ്. എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ പറ്റില്ല. ഐ വാണ്ട് യു. I can't live without you. ഞാൻ വരും. വാപ്പാ, ഞാനിപ്പോ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. നിന്റെ തട്ട എവിടെ മോളെ? ബാഗിലുണ്ട്. ഓ, തലയ്ക്ക് ഭാരം കൂടുതലായിരിക്കും അല്ലേ? ഓ വാപ്പാ. ആ മോളെ, നമുക്ക് പറ്റിയ നല്ലൊരു കേസ് വന്നിട്ടുണ്ട്. എന്റെ പൊന്നു വാപ്പാ, ഞാൻ വീട്ടിൽ കയറുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടേക്ക്, ഞാൻ തിരിച്ചു പോയിക്കോളാം. അല്ലോ, ഞാനൊന്നും പറയുന്നില്ലേ. പക്ഷേ നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ചെക്കൻ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേരെ. ഞാൻ കല്യാണം നടത്തി തരികയില്ല. അവനിപ്പോ CM-ന്റെ മോന്. ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ആഹാ, അന്നാ എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ പൊന്നു മോളല്ലേ, നീ വാപ്പായെ വിഷമിപ്പിക്കരുത്. ഉമ്മായിക്ക് ഇതൊന്നും അറിയില്ല. വാപ്പ വിഷമിക്കണ്ട. വാപ്പയുടെ സമ്മതം അല്ലാതെ ഈ നാദി ഒന്നും ചെയ്യില്ല. മോളെ, പെട്ടെന്ന് കുളിച്ചിട്ട് വരണേ, ഞങ്ങൾ എപ്പോഴും ഒരുങ്ങി നിൽക്കുന്നു. നീ നടക്ക. പരമൊരാളി, അവനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. അത്രയല്ലേ ഉള്ളൂ. റെഡിയാക്കാം. ആ രമേശനെ കൊണ്ട് ഞാൻ തോറ്റിക്കണ്. നാട്ടിൽ മുഴുവൻ നടന്ന് എനിക്കെതിരെ കേസ് കൊടുത്തിക്കാന്ന്. പിന്നെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഈ പേപ്പറിൽ മുഴുവൻ മോശമായ വാർത്തയും കൊടുത്തോണ്ടിരിക്കാന്ന്. ധൈര്യമായിട്ടിരിക്കേ. മുതലാളിക്ക് വേണ്ട നീതി നടപ്പാക്കാനാണല്ലോ ഇവിടെ സലീമും പിള്ളേരും ഒക്കെ ഉള്ളത്. ചെറുതായിട്ടൊന്ന് പെരുമാറി വിട്ടാൽ മതിയോ? സലീമേ, ഞാൻ ഓനിക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. പിന്നെ ഓൻ എന്തിനാ എന്നെ? എന്നാ പിന്നെ തട്ടിയേക്കാല്ലേ? അത് പിന്നെ ഞമ്മക്ക് കുഴപ്പമുണ്ടാവരുത്. എനക്കറിയാലോ, അതിന്റെ മട്ടം പോലാണ് ചെയ്തളാം. പിന്നെ ഒരു കാര്യം, ഓനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞമ്മളെ നാട്ടുകാർ സംശയിക്കും. ഇജ്ജ് കുറച്ച് ദിവസം ഒന്നാണ് മാറിയത്. അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവനെല്ലാവരെയും ശത്രുക്കളാക്കി വെച്ചിരിക്കുക. നിങ്ങളെ മാത്രമായിട്ട് ആരും സംശയിക്കാനൊന്നും പോകുന്നില്ല. മുതലാളിയെ പൈസ കൊടുത്തിട്ട് പോകാൻ നോക്ക്. അവൻ്റെ കാര്യം സ്ഥലവും പിള്ളേർ നോക്കിക്കോളൂ. വാങ്ങിച്ചോടാ. ഇവിടെ എത്തി. ഒപ്പൂരോ?
സീൻ മാറാൻ ചാൻസ് ഉണ്ട്, വെറുതെ അലമ്പാക്കണ്ട. പറയടാ, സത്യമാണോ നീ പറയുന്നത്? നീയൊക്കെ എന്ത് പണിയാണ് എടുക്കുന്നത്? അവൻ ചത്തിന്റെ ഇറങ്ങണോടുന്നു. ഇറങ്ങിപ്പോൻ. സർ, ഈ ഗവൺമെന്റ് നിലവിൽ വന്നപ്പോ തന്നെ കേരളത്തെ ഞെട്ടിക്കുന്ന വളരെ മൃഗീയമായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണല്ലോ അരങ്ങേറിയത്. കുറ്റവാളികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് കരുതി എല്ലാം രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയാൻ പറ്റുമോ? ഏതായാലും ഈ സർക്കാർ അക്രമത്തിനെതിരാണ്. സമാധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പോടോ. ആ ഇവിടെ ഇവിടെ ഇവിടെ. ആ പിന്നെ എന്താ പേര്? സുമലത. നൈസ് നെയിം. ഏതാ ഇയാള്? മനസ്സിലായില്ലേ? അയാളാണ് ശിവദാസൻ സാറിന്റെ അപരനായി മത്സരിച്ച് വിജയിച്ച കള്ളൻ ശിവദാസൻ. എന്നിട്ട് അയാൾ എങ്ങനെ മന്ത്രിയായി? അതാണ് തലവര. മന്ത്രിസഭയുടെ ഘടകകക്ഷിയാണല്ലോ KSCP. അവർ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റു തുന്നം പാടിയപ്പോ അവർ അയാളെ എങ്ങ് ഏറ്റെടുത്തു. അവർക്കൊരു മന്ത്രിയും കിട്ടി, അയാൾക്ക് സ്വർഗവും. അടുത്ത 5 വർഷക്കാലം അയാൾക്ക് രാജയോഗമാണ്. അല്ല, കഴിഞ്ഞ തവണ ഈ KSCP മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നല്ലോ. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇവർ സഖ്യം ഉണ്ടാക്കുകയല്ലേ. എപ്പോഴും അധികാരത്തിലുണ്ടാകുന്ന ഏക പാർട്ടിയാണ് KSCP. എന്തെന്നാടി ഇനിയും കഴിഞ്ഞില്ല നിന്റെ വൃത്തിയാക്കല്? അച്ഛാ, പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ മന്ത്രിമന്ദിരം കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ട ആളുകൾക്കെല്ലാം കേറി നിരങ്ങാനുള്ള സ്ഥലമല്ല ഇത്. ആദ്യം നീ എന്റെ അനുവാദം വാങ്ങണം കേട്ടാ. ഒന്ന് പോ അച്ഛാ. അച്ഛന്റെ പണി നോക്ക്. ഇവിടെ ഞാൻ ഭരിക്കും. എന്തെന്നാടി ഇത്? ഇവളെ കൊണ്ട് തോറ്റല്ല. അല്ലപ്പാ, നിങ്ങൾ തന്നെയല്ലേ വളം വെച്ചു കൊടുക്കുന്നത്? അനുഭവിച്ചോ? അമ്മേ, മനുഷ്യ ചങ്ങലേന്റെ അന്നല്ലേ നീ ഇവളെ പ്രസവിച്ച്? എന്നിട്ടൊരു സഹകരണവും ഇല്ലല്ലേ? TV-കാർ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ആ വാ പോവാ. ഒന്നുമില്ല. അച്ഛൻ എന്താ പുറത്തു പോകാൻ പോണു. ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വെറുതെ ചാരി. നീ ഇവിടെ ഉണ്ടായിന? എന്തെന്നല്ല വിശേഷം? ഒന്നുമില്ല അച്ഛാ. നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോവാന്ന് കേട്ടിനല്ല? അല്ല, അത് ഞാൻ വേണ്ടാന്ന് വെച്ച്. ജനം രക്ഷപ്പെട്ടല്ല. നാളിഞ്ഞി ഏതോ ബസിന്റെ ലാഡറിൽ തൂങ്ങിപ്പോയിന. അല്ല, അതെല്ലാം വലിയ അപകടം പിടിച്ച പണിയാണ് കേട്ടാ. കാലെല്ലാം തെറ്റി വീണാലേ പൊടി പോലും കിട്ടൂല. എന്നാ ശരി. എന്തെന്നോളെ പേര്? ഓടെ പേരാ. പേരെല്ലാം മറന്ന അപ്പം വീണ് കഴിഞ്ഞെന്നർത്ഥം. എന്നാ ശരി, നടത്തി തരാ കേട്ടാ. സമയാവട്ട്. മോർണിംഗ് സർ. മോർണിംഗ് സർ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റത്തെ പറ്റി കേട്ടപ്പോൾ അവർ കുറച്ച് കൗതുകം തോന്നി. അപ്പൊ സാറിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ടാ അവര് വന്നത്. കേരളത്തിലെ കമ്മ്യൂണിസം കേവലം കൗതുകമല്ല കേട്ടാ, വലിയ സമരങ്ങളുടെ ചരിത്രമാണ്. സർ, ഇറ്റ്സ് മാർട്ടീന, പ്രോഗ്രാം ഹെഡ് at CNN. ഹലോ. It is so nice to meet you, sir. The pleasure was all mine. Let us start. Okay.